ഡോക്ടർ ടി പി സേതുമാധവൻ ഇവിടെ ഏറ്റവും കൂടുതൽ ഗവേഷണത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. രാഷ്ട്ര പുരോഗതിക്ക് ഗവേഷണങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നടക്കമുള്ള വലിയ ലക്ഷ്യങ്ങൾ, ഒപ്പം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന വലിയ ലക്ഷ്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ അതേസമയം ചില ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വന്നിട്ടുമുണ്ട്. യൂറോസെൻട്രിക്കായ രീതിയിൽ നിന്നും മാറി, കോളനി കാലത്തെ വിദ്യാഭ്യാസ നയത്തിൽ നിന്നും മാറി കുറെ കൂടി നമ്മുടെ ഒരു ബോധന രീതിയിലേക്ക് വരുന്നു, കുറെ കൂടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വശത്ത് പറയുന്നത്. താങ്കൾ ഇതിൽ എങ്ങനെയാണ് കാണുന്നത്? ഈ 5 വർഷം കൊണ്ട് ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് വിദ്യാഭ്യാസ നയം? ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് ഇവിടെ വിദഗ്ധർ എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ച ചില പരിമിതികൾ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുകയാണെങ്കിലും നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. രാജ്യത്ത് ഏതാണ്ട് 18-നും 24 വയസ്സിനിടയിലുള്ളവരെ ജെൻസേഴ്സ് എന്നാണ് പറയുക. അവരിലെ തൊഴിലില്ലായ്മയുടെ വർധനവ് ഏതാണ്ട് തൊഴിലില്ലായ്മ 42%. ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ള കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളിലും അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്നു. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചില കാര്യങ്ങളെ കാണേണ്ടത്. വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും 4 E's ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയും. ഫസ്റ്റ് ഈസ് എക്സ്പാൻഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു. സെക്കൻഡ് ഈസ് ഇക്വിറ്റി, എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നു. തേർഡ് ഈസ് എക്സലൻസ്, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലടക്കമുണ്ട്. 4ാമത്തെ ഈ ആണ് എംപ്ലോയബിലിറ്റി. നമുക്ക് വിദ്യാഭ്യാസം മാത്രം പോരാ, നമുക്ക് മികച്ച തൊഴിലും വേണം. അപ്പൊ വിദ്യാഭ്യാസത്തിൽ അന്തർലീനമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിവ്, മനോഭാവം, സ്കിൽ. മികച്ച സ്കിൽ ഉണ്ടെങ്കിലേ മികച്ച തൊഴിൽ ലഭിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഏറ്റവും ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്കിൽ വികസനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഓൾറെഡി സ്കില്ലുള്ളവർക്കുള്ള അപ്സ്കില്ലിംഗ് പ്രോഗ്രാമും ബന്ധപ്പെട്ട സ്കിൽ ഇല്ലാത്തവർക്ക് റീസ്കില്ലിംഗ് പ്രോഗ്രാമും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഊന്നൽ നൽകുന്നു. അതിനപ്പുറം പ്രാഥമികമായ വിദ്യാർത്ഥികൾക്ക് അറിവേണ്ട സോഫ്റ്റ് സ്കിൽസും ട്രാൻസ്ഫറബിൾ സ്കിൽസിനും വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ടെക്നിക്കൽ സ്കിൽസിനും ഡൊമൈൻ സ്കിൽസിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഗവേഷണ രംഗത്ത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഏറ്റവും ഊന്നൽ നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൊളാബറേറ്റീവ് റിസർച്ച് ആണ്. ട്രാൻസ് ഡിസിപ്ലിനറി, മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് ആണ്. ഞാനൊരു ട്രാൻസ് ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചേർന്ന് ഗവേഷണം നടത്താനുള്ള അവസരങ്ങൾ ഇന്നുണ്ട്. ഇത് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗഭാഗ്യം. ഇത് ഏറ്റവും പ്രധാനമായും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഊന്നൽ നൽകുന്നുണ്ട്. രാജ്യത്തിൽ നിന്നും പ്രതിവർഷം 10 ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശ ക്യാമ്പസുകളിൽ എത്തുന്നത്. കൊച്ചു കേരളത്തിൽ നിന്നും ഏതാണ്ട് 75,000-ഓളം വിദ്യാർത്ഥികളാണ് പ്രതിവർഷം വിദേശ ക്യാമ്പസുകളിൽ എത്തുന്നത്. ഈ ഒരു അർത്ഥത്തിൽ വിദേശ ക്യാമ്പസുകളിലെ സൗകര്യം ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് രാജ്യത്ത് തന്നെ ലഭിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ത്യയിലെ സർവകലാശാലകൾക്ക് വിദേശ സർവകലാശാലകളുമായി ജോയിന്റ് ഡിഗ്രി പ്രോഗ്രാം തുടങ്ങാം, കൊളാബറേറ്റീവ് റിസർച്ച് പ്രോഗ്രാം തുടങ്ങാം. ട്വിന്നിംഗ് പ്രോഗ്രാമിന് വളരെ പ്രസക്തിയുണ്ട്. അതുപോലെ വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസുകൾ തുടങ്ങാം. ഇതിനകം തന്നെ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി, ഡിക്കിൻ യൂണിവേഴ്സിറ്റി, മറ്റൊരു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി, 2 യൂണിവേഴ്സിറ്റികൾ ഇതിനകം ക്യാമ്പസ് തുടങ്ങിക്കഴിഞ്ഞു. ഇതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കുന്നതിന് പകരം ഇന്ത്യയിലെ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന അതേ ഗുണം അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആ കോണ്ടെക്സ്റ്റ് വിലയിരുത്തി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അത് തൊഴിലില്ലായ്മ എത്രത്തോളം കുറക്കാൻ സഹായിക്കുന്നു, വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം എത്രത്തോളം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു, മൾട്ടി ഡിസിപ്ലിനറി, ട്രാൻസ് ഡിസിപ്ലിനറി ഗവേഷണം എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു, വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള സൗഹൃദം, അക്കാഡമിയ ഇൻഡസ്ട്രി ഇന്റർഫേസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അക്കാഡമിയ ഇൻഡസ്ട്രി ഇന്റർഫേസ് ഉണ്ടെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ മികച്ച ക്യാമ്പസ് പ്ലേസ്മെന്റ് ലഭിക്കൂ. രാജ്യത്തെ നിരവധി ദേശീയ സ്ഥാപനങ്ങളായ IIT-കളും NIT-കളും IIIT-കളും സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഡോക്ടർ ജയപ്രസാദ് സാറിന് നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ രംഗത്ത് അക്കാഡമിയ ഇൻഡസ്ട്രി ഇന്റർഫേസിന് പ്രാധാന്യം നൽകിക്കൊണ്ടുണ്ട്. അക്കാഡമിയ ഇൻഡസ്ട്രി ഇന്റർഫേസ് ഉണ്ടെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർക്കുള്ള ഒരു ജോബ് റെഡിനെസ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒരർത്ഥത്തിൽ നമ്മൾ ഉന്നത വിദ്യാഭ്യാസം ദേശീയ വിദ്യാഭ്യാസ നയം കഴിഞ്ഞ 5 വർഷം പൂർത്തിയാക്കിയെങ്കിലും നമ്മൾ എവിടെയാണ് 5 വർഷം പൂർത്തിയാക്കിയത് എനിക്ക് തോന്നുന്നില്ല. 2020 നയം വന്നു, പിന്നെ തുടരെ ചർച്ചകളായിരുന്നു. 5-6 സംസ്ഥാനങ്ങൾ അതിൽ നിന്ന് പിറകോട്ട് പോയി. പക്ഷെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും 4 വർഷ ബിരുദ പ്രോഗ്രാമിലേക്ക് മാറിക്കഴിഞ്ഞു. 4 വർഷ ബിരുദ പ്രോഗ്രാം എടുത്തവർ 22 വയസ്സാലേ പുറത്തിറങ്ങുള്ളൂ എന്നെങ്കിൽ പറയുകയും അവരൊരു PG പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാം. അപ്പോ
യഥാർത്ഥത്തിൽ അവർക്ക് ഈ ദേശീയ വിദ്യാഭ്യാസ നയം വരുമ്പോൾ 2 വർഷം നഷ്ടപ്പെടുന്നില്ല എന്നാണ്. PG എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 1 വർഷം മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തിക്കൊണ്ട് അതിന്റെ ന്യൂനതകൾ എത്രത്തോളം പരിഹരിക്കാമെന്നും പരിശോധിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനത്തിലാണ് വിദ്യാഭ്യാസം വരുന്നതിനാൽ ആ രീതിയിലേക്ക് നോക്കിക്കൊണ്ട് കാലികമായ മാറ്റങ്ങൾ, നമ്മൾ എപ്പോഴും പറയും ലൊക്കേഷൻ സ്പെസിഫിസിറ്റി, എന്തൊക്കെ മാറ്റങ്ങൾ വേണം അത് നോക്കിക്കൊണ്ട്. പക്ഷെ ഒരു ലക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ക്യാമ്പസുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച സ്കിൽ ലഭിക്കണം, മികച്ച തൊഴിൽ ലഭിക്കണം. അതിനുതകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വളരെ സൗഹൃദപരമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്നതാണ് ഏറ്റവും